ഞാനേ നോക്കി വെച്ച് വീടിന്റെ പ്ലാനാണിത്. കുഴപ്പമില്ലല്ലോ മോനെ ഒപ്പൂറെ, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാൻ. എന്താ അങ്ങേരട്ടാ? മോനെ, നമുക്ക് ഒന്നങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അയ്യോ ഒരു മിനിറ്റ് കേട്ടോ. മോനെ, ഞാൻ ഡോക്ടറെ കാണിച്ചു വരികയാണ്. മരുന്നിന് എഴുതിയേക്കണ്. പൈസ ഇല്ല. ഒരു 500 ഉറുപ്പ്യ എനിക്ക് തരുമോ? ഗംഗാരട്ടാ, ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ മോനെ, ഞാൻ പോട്ടെ. അല്ല, എന്തേ നിങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ചിനി അവിടെ? അത് ഗംഗാരാട്ടൻ 500 ഉറുപ്പ്യ കടച്ചു വെച്ചാണ്. പുള്ളിക്കാണെങ്കിൽ പണിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഞാൻ പൈസ കൊടുത്താലായിട്ട് കിട്ടുകയും ചെയ്യില്ല. ഞാനാണ് എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്നും പറഞ്ഞു ചെയ്തു. ഗഫൂർ ഭായ്, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങളോടൊന്നും വിചാരിക്കരുത്. മൂപ്പര് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളായിരുന്നല്ലോ. 1-2 വർഷം കൊണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. സാമ്പത്തിക ബാധ്യത വന്നിട്ട് പിന്നെ നിങ്ങൾ ഗൾഫിലുള്ള സമയത്ത് നിങ്ങളെ വീട്ടിലുള്ള സാധനങ്ങളായാലും നിങ്ങൾ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലും നിങ്ങളെ കുട്ടികൾ പോയാലും ഒരുപാട് സാധനങ്ങൾ അയാൾ കടം കൊടുത്തിട്ടുണ്ട്. അയാൾ ചിലപ്പോൾ നിങ്ങൾ അയച്ച പൈസ നേരം വൈകിയാൽ 4-5 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഇതുവരെ നിങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വിളിച്ച് പറഞ്ഞാൽ പോലും വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ച് നല്ല ഇടപാട് നടത്തുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഗഫൂർ ഭായ്, നിങ്ങൾ അങ്ങനെ പറയേണ്ടില്ലായിരുന്നില്ലേ? അയ്യോ, മൂപ്പരോട് ചോദിച്ചപ്പോൾ പൈസ കൊടുത്താൽ മതിയായിരുന്നില്ലേ? അത് ഗഫൂർ ഭായ് വലിയ പ്രശ്നമാക്കൊന്നും വേണ്ട. മൂപ്പരോട് ചായക്കടയിലേക്ക് ഉണ്ടാവും. നിങ്ങൾ വണ്ടി കയറി. മൂപ്പരോട് ചായക്കടയിൽ ഉണ്ടാവും അല്ലേ?